ഓക്കെ, അപ്പൊ അതിന്റെ ഞാനൊരു അനലോഗി പറഞ്ഞിട്ടുണ്ടായി. ഒരു ബീക്കറിന് ഒരു അപ്പർ പൊസിഷനിൽ ലോവർ പൊസിഷനിലേക്ക് ഒരു ബീക്കറിന് വാട്ടർ ഫ്ലോ വരുന്ന ആ ഒരു കേസും ആ ഒരു ഫ്ലോയിങ് പാർട്ടിൽ ഒരു റെസ്ട്രിക്ഷൻ വരികയാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓക്കെ, അത് റെസ്ട്രിക്ഷൻ കൂടുതലാണെങ്കിൽ ആ ഫ്ലോ കുറവായിരിക്കും, വാട്ടർ ഫ്ലോ കുറവായിരിക്കും. റെസ്ട്രിക്ഷൻ കുറവാണെങ്കിൽ വാട്ടർ ഫ്ലോ കൂടുതലായിരിക്കും, സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുക്കുമ്പോൾ റെസിസ്റ്ററും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റർ എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടിങ് പാത്തിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അതെന്താണ്, ആ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ടിനെ അത് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഓം. അതിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ആൻഡ് എങ്ങനെയാണ് ഓം എന്നുള്ള ഒരു പേര് വരുന്നത്? ജോർജ് ഓം ആണ് ആ ഒരു ഓംസ് ലോ ഇൻവെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഓംസ് ലോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ റെസിസ്റ്റൻസിന് അതിന്റെ യൂണിറ്റ് ഓം എന്ന് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഒരു റെസിസ്റ്ററിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റെസിസ്റ്റർ ഈ ഒരു ഫോമില ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരു സെറാമിക് കോട്ടിങ്, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ കാണുന്നുണ്ട്. അതിന് രണ്ട് സൈഡിലേക്കും 2 ലീഡ്സ് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ആ ഒരു കോട്ടിങ്ങിന്റെ മുകളിൽ ഒരു 4 ബാൻഡ്സ് കാണാൻ പറ്റും, കളർ ബാൻഡ്സ് കാണുന്നില്ലേ? ഒരു റെസിസ്റ്റൻസ് അവിടെ കാണുന്നില്ലേ? നിങ്ങൾക്ക് ആ ഫിഗർ ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും എന്താണ് ഓൾറെഡി ഫെമിലിയർ ആണ് അല്ലേ? നമ്മൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ഇസ് എ സിമ്പിൾ ഫോർ റെസിസ്റ്റർ. ഇതുപോലെയാണ് റെസിസ്റ്റർ റെപ്രസെന്റ് ചെയ്യുക. 2 ലീഡ്സ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതുപോലൊരു ലൈൻസ് ആയിട്ട് കാണിക്കും. ഇതാണ് എന്ത്? റെസിസ്റ്ററിന്റെ സിമ്പിൾ. അപ്പൊ ഇത്ര എന്താണ് റെസിസ്റ്റർ, അതിന്റെ സിമ്പിൾ, അതിന്റെ യൂണിറ്റ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ large number of resistors കാണാം അല്ലേ? They are different in size and color and somewhat different in shape also അല്ലേ? Different types of resistors ഇവിടെ കാണാൻ പറ്റും. എല്ലാം ഒരേ സൈസ് ആണോ? ഡിഫറെന്റ് സൈസ് അല്ലേ? ഓക്കെ, ഇവിടെ ഈ ഓരോ റെസിസ്റ്റേഴ്സും, റെസിസ്റ്റർ ഒക്കെ അതിന്റെ പേർപ്പസ് സെയിം ആണ്. എന്താ? റെസിസ്റ്റർ ഫ്ലോ ഓഫ് കറണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ ഓരോ റെസിസ്റ്റേഴ്സും ഓരോ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ ഒരു സ്പെസിഫിക് പവർ റേറ്റിംഗ് ഉണ്ടാവും, വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും, കറണ്ട് റേറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സർക്യൂട്ടിലേക്ക് ഇൻബിൽട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓരോ സർക്യൂട്ടിലും അതിൽ ഡിസൈൻ ചെയ്ത പെർട്ടിക്കുലർ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ആക്ച്വലി എന്തിനാണ് ഇപ്പം ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു LED സർക്യൂട്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും LED ഒക്കെ ഫെമിലർ അല്ലേ? ജസ്റ്റ് ഒരു ബാറ്ററി സോഴ്സ് ഇതുപോലെ, അവിടുന്ന് ഒരു റെസിസ്റ്റർ ഒരു LED ഞാൻ ഇതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് മതി. ഓക്കെ, അപ്പം LED ഒക്കെ ചെറിയൊരു കറണ്ട് റേറ്റിംഗിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ? ഒരു 5 മില്ലി ആംപിയർ, അതൊക്കെയാണ് അതിന്റെ മാക്സിമം റേഞ്ച്. ഒരു 2 to 5 മില്ലി ആംപിയർ കറണ്ട് മാത്രമേ LED ഒക്കെ വേണ്ടൂ, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ കറണ്ട് എത്രയാണ്? നമുക്ക് 5 മില്ലി ആംപിയർ പെർട്ടിക്കുലർ ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് കിട്ടുന്ന ബാറ്ററി സോഴ്സ് ഏതാണോ അത് വെച്ച് കണക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഞാനൊരു ബാറ്ററി സോഴ്സ് ഉണ്ട്. ഓക്കെ, ബട്ട് ഈ LED എന്താ മാക്സിമം ഒരു 5 മില്ലി ആംപിയറേ വേണ്ടുള്ളൂ. അതിന് ഒരു 10 മില്ലി ആംപിയർ, 15 മില്ലി ആംപിയർ ഒക്കെ കറണ്ട് വരികയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് ഉള്ളത് കൊണ്ട് എന്തായാലും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും ഇതേ ഡയറക്ഷനിൽ. പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു കറണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു റെസിസ്റ്റർ ഇല്ലാന്ന് വിചാരിക്കാം. നോർമലി ഒരു സർക്യൂട്ട് ആണ്. ഇവിടെ അറ്റ് പ്രസന്റ് ഒരു റെസിസ്റ്റർ ഇല്ലാന്ന് വിചാരിക്കുക. ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, ഒരു LED ഉണ്ട്, ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സോഴ്സിന് എത്രത്തോളം കറണ്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമോ ആ കറണ്ട് ആയിരിക്കും ഈ LED കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു അതിനൊരു വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഓരോ LED-യും ഓരോ കറണ്ട് റേറ്റിംഗിലൊക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5 മില്ലി ആംപിയർ കറണ്ട് റേറ്റിംഗ് ഉള്ള ഒരു LED ഞാൻ ഒരു ബാറ്ററി സോഴ്സിൽ ഇതുപോലെ കണക്ട് ചെയ്താൽ ദർ ഇസ് ചാൻസ് ഫോർ ഡാമേജ് ഓഫ് LED. അതൊരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? അവിടുന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. ആ കറണ്ട് ഒരു 10 or 15 or 20 മില്ലി ആംപിയർ റേഞ്ചിലേക്കൊക്കെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ LED അടിച്ചു പോകും. ഓക്കെ, അങ്ങനെ വെക്കാം സീരീസ് ആയിട്ട്
LED വെക്കുക. അപ്പൊ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണ് വേണ്ടതെന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ LED-ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് മാത്രമേ ഈ ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. ആ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബാറ്ററി സോഴ്സിൽ നിന്ന് എത്ര കറണ്ട് ഡെലിവർ ചെയ്താലും ഈ ഒരു റെസിസ്റ്റൻസ് വെക്കുന്നത് കൊണ്ട് ഈ LED-യിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് ഈ റെസിസ്റ്റർ കൊണ്ടുള്ള ആപ്ലിക്കേഷൻ. ഇതൊരു ബേസിക് ആപ്ലിക്കേഷൻ പറഞ്ഞതാണ്, മറ്റു പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും അതൊരു റെസിസ്റ്റർ നമ്മളൊരു സർക്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പർപ്പസ്. ഇതുപോലെയല്ല വേറെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് അല്ല, ഡിഫറെന്റ് സൈസിലുള്ള റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെന്റ് സൈസിലുള്ള ഈ ഒരു സൈസിലെ വേരിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ വേരിയേഷൻ ഞാനിപ്പോ പറഞ്ഞത് വെച്ചാണ് നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലെ. ഒരു സർക്യൂട്ടിൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യണം, ആ ഒരു കറണ്ട് വാല്യൂ കിട്ടേണ്ട അത്രയും റെസിസ്റ്റൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിപ്പോ ഓരോ സർക്യൂട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ കൂടിയുള്ള കറണ്ട് വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. സോ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഓൾസോ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഈ സൈസ് എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഈ റെസിസ്റ്റൻസിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാരി ചെയ്യുന്നത്? എനി ഐഡിയ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, റെസിസ്റ്റൻസ് ഓക്കെ, ബട്ട് ഒരേ റെസിസ്റ്റൻസ് വാല്യൂ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 കിലോ ഓം റെസിസ്റ്റൻസ് വാല്യൂ അല്ലെങ്കിൽ 1 കിലോ ഓം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് ഡിഫറെന്റ് സൈസ് കിട്ടും. അതെന്തുകൊണ്ടാണ്? ഇവിടെ വരുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ പവർ റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഓരോ സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പവർ റേറ്റിംഗ് ഓഫ് ദ സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പം ഒരു സ്മോൾ പവർ റേറ്റിംഗ് ഉള്ള ഒരു സർക്യൂട്ടിലേക്കാണ് നമ്മൾ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയ സൈസിലുള്ള റെസിസ്റ്റേഴ്സ് മതി. കാരണം അതിന് ആ ഒരു പവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവും. മറിച്ച് നമ്മളൊരു ഹൈ പവർ റേറ്റിംഗ് ഉള്ള ഒരു സർക്യൂട്ടിലേക്കാണ് റെസിസ്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സൈസ് ഷുഡ് ബി മോർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഹൈ പവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആ റെസിസ്റ്ററിന് വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഈ റെസിസ്റ്റേഴ്സിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പവർ റേറ്റിംഗ് ഓഫ് ദ സർക്യൂട്ട്. എന്താ റെസ്പോൺസ് ഇല്ലാത്ത? എന്റെ ഓഡിയോ കേൾക്കുന്നില്ലേ? ഹലോ, അല്ലെ ഡൗട്ടുണ്ടോ എന്തെങ്കിലും? ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ റെസിസ്റ്റർ ആണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് റെസിസ്റ്റർ important parts of the okay, the next have to different parts important of the resistor. Okay, a resistor has four important parts. A resistor has four important parts in the okay, first one base, second one resistive material, third leads and protective cover. Okay, base, resistive material, leads and protective cover.
ഇങ്ങനെ 4 ഡിഫറെന്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട് റെസിസ്റ്ററിന്. ഓക്കെ, അപ്പൊ അതിന്റെ അറിയാമെങ്കിൽ ഒരു ബേസ് ആണ് ഉണ്ടാകുക. നമ്മൾ ആദ്യം ഒരു ബേസ് ആണ് എടുക്കുക ഇതുപോലെ. ഓക്കെ, ക്യാൻ ബി ഗ്ലാസ് മെറ്റീരിയൽ ആകാം, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആകാം, ഓർ സെറാമിക് മെറ്റീരിയൽ ആകാം. എനി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആകാം ആ ഒരു ബേസ് പാർട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, ഈ ബേസ് പാർട്ടിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, റെസിസ്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യും. ഓക്കെ, ഒരു ബേസ് പാർട്ടും നിങ്ങളുടെ കാണിച്ചിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ട്, അതൊരു ഷേപ്പിലോ സിലിണ്ടറിക്കൽ ഷേപ്പിൽ എന്ത് ചെയ്യും, ഒരു ബേസ് പാർട്ട് എടുക്കും. അതൊരു ഗ്ലാസ് മെറ്റീരിയൽ ആകാം, പ്ലാസ്റ്റിക് ഒരു സെറാമിക് മെറ്റീരിയൽ ആകാം. ഓക്കെ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കും, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അത് മുകളിൽ എന്ത് ചെയ്യും, റെസിസ്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് ഇതുപോലെ കോട്ട് ചെയ്യും. അതിന്റെ മുകളിൽ ഇതുപോലെ റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്യും. സിലിണ്ടറിക്കൽ ആണെങ്കിൽ റൗണ്ട് ചെയ്ത് കോട്ട് ചെയ്യും, റെക്ടാങ്കുലർ ആണെങ്കിൽ അത് കവർ ചെയ്ത് എന്ത് ചെയ്യും, റെസിസ്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് ഇതുപോലെ കോട്ട് ചെയ്യും. ഓക്കെ, ആ റെസിസ്റ്റീവ് മെറ്റീരിയൽ ക്യാൻ ബി കാർബൺ ആകാം, ഗ്രാഫൈറ്റ് ആകാം, നിക്കൽ ആകാം, അല്ലെങ്കിൽ ക്രോമിയം ആകാം. ഓക്കെ, കാർബൺ, ഗ്രാഫൈറ്റ്, നിക്കൽ ഓർ ക്രോമിയം, ഈ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും റെസിസ്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന. അപ്പൊ എന്ത് ചെയ്യും, മെറ്റീരിയലിന്റെ മുകളിൽ റെസിസ്റ്റീവ് മെറ്റീരിയൽ കോട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യും, 2 സൈഡ്സിലേക്ക് ഇതിന്റെ ലീഡ്സ് ഉണ്ടാവും. മോയ്സ്ചർ ഒക്കെ വന്ന് അതിൽ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ടാവും. ഇതുപോലെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ടാവും. ഓക്കെ, അത് ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാവും. ഇതാണ് ഒരു റെസിസ്റ്ററിന്റെ കാണാൻ പറ്റുന്ന 4 ബാൻഡ്സ് ഉണ്ടാവും. 3 ബാൻഡ്സ് ആയിട്ട് ഒരു ബാൻഡ് വാല്യൂ നമുക്ക് കളർ കോഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. സ്പെസിഫൈ ചെയ്യുന്ന കളർ ഉണ്ടാവും. റെസിസ്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും, അത് ഗ്രാഫൈറ്റ്, ദെൻ അതിന് 2 ലീഡ്സ് ഉണ്ടാവും. ഈ ലീഡ്സ് ആണ് ഈ ഒരു റെസിസ്റ്ററിന്റെ ഒരു സർക്യൂട്ടിലേക്ക് ഈ ലീഡ്സ് കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിരിക്കും, ഒരു കണ്ടക്ടർ ആയിരിക്കും. ഈ മോയ്സ്ചറിനും അതിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഇതാണ് എന്ത്, റെസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ റെസിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് റെസിസ്റ്റർ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതൊന്നുകൂടി ഞാൻ ഈ ഫിഗർ ഇവിടെ വരയ്ക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലൊരു ബേസ് പാർട്ട് ഉണ്ടാവും.
ദെൻ അതിനെ കവർ ചെയ്തിട്ട് റെസിസ്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും. ആ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ കാർബണോ നിക്കലോ ക്രോമിയോ ആകാം. ഇതുപോലെ കവർ ചെയ്തിട്ട് റെസിസ്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിലൊരു കണ്ടക്ടിങ് വയർ ഉണ്ടാവും, 2 ലീഡ്സ് ഉണ്ടാവും. ഓക്കെ, കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ടുള്ള 2 ലീഡ്സ് ഉണ്ടാവും. അതെന്തിനാണ്? നമുക്ക് ഈ റെസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നടുക്ക് ഇതുപോലെ ഒരു ബേസ് പാർട്ടാണുള്ളത്. ഇനി ഈ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിനെ നമ്മൾ ഈ മോയ്സ്ചറിനൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും. ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഒരു റെസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി ഈ പ്രൊട്ടക്റ്റീവ് കവറിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ 4 ബാൻഡ്സ് ഉണ്ടാവും, കളർ ബാൻഡ്സ് ഉണ്ടാവും. അപ്പൊ ആ കളർ ബാൻഡ്സ് നോക്കിയാൽ നമുക്ക് ആ ഒരു കയ്യിൽ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റർ എത്ര റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇത്രയേ വേണ്ടുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ പഠിക്കാനില്ല സിലബസിൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഇത് നിങ്ങളുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം റെസിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു, എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കി. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. Okay, basically the resistors are classified into 2 types. They are linear resistors and non-linear resistors. Okay, resistors ne first classify ചെയ്യുന്നത് 2 types ആയിട്ടാണ്, linear resistors and non-linear resistors. Okay, എന്തായിരിക്കും ലീനിയർ? ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു ലീനിയർ? ഒരു മെറ്റീരിയൽ ലീനിയർ ഇൻ നേച്ചർ ആണ്, അതിന്റെ ഓപ്പറേഷൻസ് പെർഫോമൻസ് ലീനിയർ ആണെങ്കിൽ, യെസ് ഗുഡ്, ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണെങ്കിൽ ലീനിയർ ആണ് അല്ലേ. ഇപ്പൊ റെസിസ്റ്റേഴ്സ് ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ദേ ആർ ലീനിയർ. ഓക്കെ, ഒബേ ചെയ്യാത്തതാണെങ്കിൽ നോൺ ലീനിയർ. ഓക്കെ, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോൾട്ടേജും കറണ്ടും എന്താ ലീനിയർ ആയിട്ട് വേരി ചെയ്യുക അല്ലെ. ഇതുപോലെ ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഇതാണ് ഓംസ് ലോ. V is directly proportional to I and V is equal to IR. ആ proportionality constant ആണ് റെസിസ്റ്റർ R. ഓക്കെ, അപ്പോഴെന്താ, ഏത് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ ആണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്, വോൾട്ടേജും കറണ്ടും ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നത്, അതൊക്കെ കംസ് അണ്ടർ ലീനിയർ റെസിസ്റ്റർ കാറ്റഗറി. ഓക്കെ, ഇനി ഓംസ് ലോ ഒബേ ചെയ്യാത്തതാണെങ്കിൽ നോൺ ലീനിയർ. Okay, and again the linear resistors are classified into 2 types. They are fixed type and variable type. Fixed type and variable type. Okay, അപ്പൊ നെയിം തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഫിക്സഡ് ടൈപ്പ് ആണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ ഈ റെസിസ്റ്റൻസ് ഒരു 10 കിലോ ഓമിന് മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എപ്പോഴും 10 കിലോ ഓം ആയിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കും, അത് വാരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ വേരിയബിൾ ടൈപ്പ് റെസിസ്റ്റർ എന്തായിരിക്കും? അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് അതിന്റെ വാല്യൂവിന് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫിക്സഡ് ടൈപ്പിന്റെ എക്സാമ്പിൾസ് ആണ് കാർബൺ റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് resistor and wire wound resistor. Okay, and variable type resistors in example ആണ് wire wound, potentiometer and trimmers. Okay, അവിടെ വേരിയബിളിൽ 3 എക്സാമ്പിൾസ് ഉണ്ട്, വയർ വൗണ്ട് ടൈപ്പ് ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, ട്രിമ്മേഴ്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താ, നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് അല്ലേ. അപ്പൊ നോൺ ലീനിയർ എന്താ, ഞാൻ പറഞ്ഞു ഓംസ് ലോ ഒബേ ചെയ്യാത്തത്, വിച്ച് മീൻസ് വോൾട്ടേജും കറണ്ടും ലീനിയർ ആയിട്ടല്ല വാരി ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും വാരി ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഇതുപോലെ ആയിരിക്കും വാരി ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ലീനിയർ വേരിയേഷൻ ആണ്, ഇതുപോലെ വോൾട്ടേജും കറണ്ടും ഒരുപോലെ പോകണം. ബട്ട് അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നോൺ ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് ആണ്.
ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കിയേ. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് തെർമിസ്റ്റർ, LDR. LDR എന്ന് വെച്ചാൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, ദെൻ ഫോട്ടോ റെസിസ്റ്റർ, വേരിസ്റ്റർ. ഇതൊക്കെയാണ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പം ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഒന്നും കൂടി പറയാം. The resistor is basically classified into two types. They are linear resistor and non-linear resistor. The resistor which obeys Ohm's law comes under the category of linear resistor, and the resistor which does not obey Ohm's law comes under non-linear resistor. Okay, and the linear resistor is again classified into two types. They are fixed type resistors and variable type resistors. Okay, and the examples for fixed type resistors are carbon composition resistor, thin film resistor, thick film resistor, and wire wound resistor. Okay, and examples for variable type resistors are wire wound, potentiometer, and trimmers. And example for non-linear resistors are thermistor, LDR, photoresistor, and varistor. ഇത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. ആ എക്സാമ്പിൾസ് വൃത്തിക്ക് നീറ്റായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ക്ലാസിഫിക്കേഷൻ ക്ലിയർ അല്ലേ? ഇനി എന്താണ്, ഇനി നമുക്ക് ഈ ഓരോ റെസിസ്റ്റേഴ്സും ഒന്ന് ചെറിയ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ പറയുന്നു, കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും അങ്ങനെ ഡെപ്തിൽ പോകണ്ട, ജസ്റ്റ് നമുക്ക് എന്താണെന്ന് മാത്രം നോക്കിയേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, നമുക്ക് ഫസ്റ്റ് ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റേഴ്സ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റേഴ്സ് എടുക്കാം. ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? കാർബൺ കോമ്പോസിഷൻ, തിൻ ഫിലിം, തിക് ഫിലിം, ആൻഡ് വയർ ബോണ്ട്. ഈ തിൻ ഫിലിം, തിക് ഫിലിമിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം. ഓക്കെ, തിൻ ഫിലിം, തിക് ഫിലിമിന് കോമൺ ആയിട്ട് പറയുന്നതാണ് കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം. ഈ കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിന്റെ അകത്തുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് തിൻ ഫിലിം ആൻഡ് തിക് ഫിലിം. ഓക്കെ, നമുക്ക് പറയാം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ നോക്കാം. ഫിക്സഡ് റെസിസ്റ്ററിന് എക്സാമ്പിൾ ആയിട്ടുള്ള കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ നോക്കാം. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റർ ആണ്, ലീനിയർ റെസിസ്റ്റർ ആണ് അല്ലെ? ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റർ ആണ്, ലീനിയർ റെസിസ്റ്റർ ആണ്. ഓക്കെ, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻ ബിറ്റ്വീൻ 1 ohm and 25 mega ohm. ഈ 1 ohm and 25 mega ohm റേഞ്ചിലൊക്കെ ഫിക്സഡ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും എന്താ ഉള്ളില് ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന്റെ ഇന്നർ പാർട്ടിൽ എന്തുണ്ട്? കാർബൺ മിക്സ്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞു കാർബൺ കോട്ടിംഗ് സിസ്റ്റം ഉണ്ടാവും. combination of carbon and graphite. ഗ്രാഫൈറ്റ് പൗഡർ ഒന്നിച്ചെടുത്ത് മിക്സ് ചെയ്യും. എന്നിട്ട് അത് നല്ല ഹൈ പ്രഷറിൽ കമ്പൈൻ ചെയ്യും. നല്ല ഹൈ പ്രഷർ അത് കംപ്രസ് ചെയ്യും. ഓക്കെ, ഹൈ പ്രഷർ കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണ് അത് കാർബൺ മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉള്ളതായിരിക്കും. അതാണ് ഉള്ളത്. then അതിന്റെ പുറത്ത് ഇതാ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, then 2 ലീഡ്സ്, നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും 2 ലീഡ്സ് കാണാൻ പറ്റും. ഓക്കെ, ദേ ആർ കണക്ടിങ് ലീഡ്സ്. അതുപോലെ നമുക്ക് ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ മുകളിൽ കളർ ബാൻഡ്സ് കാണാൻ പറ്റും കണ്ടോ? യെല്ലോ ആഷ്, റെഡ്, റോസ്, അങ്ങനെ കളർ ബാൻഡ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇന്നർ പാർട്ടിൽ കാർബൺ മിക്സ്ചർ ആണ് എടുക്കുന്നത്, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കാർബൺ ആൻഡ് ഗ്രാഫൈറ്റ് വിച്ച് ഈസ് compressed under high pressure, and this is connected to 2 connecting leads, and it is protected by an insulating material. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആകാം, അല്ലെങ്കിൽ സെറാമിക് മെറ്റീരിയൽ, അങ്ങനെ എന്തെങ്കിലും ആകാം. ഇതാണ് എന്ത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, and its resistance values ranges from 1 ohm to 25 mega ohm. Okay, ഇതാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. Then second one, carbon film or metal film resistor. ഇത് തന്നെയാണ് thick film and thin film. Okay, carbon film or
metal film resistor, and its resistance values ranges between 10 ohm to 100 mega ohm. Carbon ഫസ്റ്റ് പറഞ്ഞതാണെങ്കിൽ കാർബൺ കോമ്പോസിഷൻ ആണെങ്കിൽ 1 ohm to 25 mega ohm ആയിരുന്നു. ഈ കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം എത്രയാണ്? 10 ohm to 100 mega ohm. ഓക്കെ, ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബേസിക് ഇൻസുലേറ്റിംഗ് മെറ്റൽ എടുക്കും, ഒരു ബേസ് എടുക്കും. ആ ബേസ് സെറാമിക്കോ ഗ്ലാസോ എന്തെങ്കിലും ആകാം, പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസ് എടുക്കും. ഇനി അതിന്റെ ബേസിൽ എന്ത് ചെയ്യും? അതൊരു മോസ്റ്റ്ലി സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ റെസിസ്റ്റീവ് മെറ്റീരിയൽ, നോർമലി കാർബൺ ഓർ ഗ്രാഫൈറ്റ്, ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യും? ഇതിന് ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ബേസിന് ചുറ്റിലും എന്ത് ചെയ്യും? ആ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് കോട്ടിംഗ് ആവും. ഓക്കെ, ഇതിന് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്യും. ആ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഔട്ട്സൈഡിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റീവ് മെറ്റീരിയൽ കവർ ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ ഇതിന് 2 ലീഡ്സ് വെച്ച് കൊടുക്കും, പിന്നെ അതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം ഇതെങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് അത് റെസിസ്റ്റൻസ് വാല്യൂ ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഒരേ ടൈപ്സ് 2 ബേസ് മെറ്റീരിയൽസ് എടുത്തു, ഒരേ ഇതിൽ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്താൽ കൂടെ അതിന്റെ മുകളിൽ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാം, അല്ലെ? അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകാം. ഇപ്പൊ നമ്മളൊരു 10 കിലോ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അത് 15 കിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെ? നമുക്കത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാരണം അത് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ മുകളിൽ കവർ ചെയ്ത് വരുന്ന റെസിസ്റ്റീവ് മെറ്റീരിയലിന്റെ അളവ് എത്രയാണോ അതനുസരിച്ചായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് അപ്പം കാർബൺ ഫിലിം റെസിസ്റ്റർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പല മാനുഫാക്ചേഴ്സും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന വാല്യൂ കിട്ടണമെന്നില്ല. നമ്മൾ 10 കിലോ എന്ന് പറഞ്ഞാൽ അതിൽ വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പ് ചെയ്തെടുത്ത ഈ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും? ഒരു മെഷീനിലേക്ക് കടത്തി വിടും. മെഷീനിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞിട്ട് അതിലിങ്ങനെ കട്ടിങ്സും ലൈൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ എത്രയാണോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ വാല്യൂയിലേക്ക് ഫിക്സ് ആക്കി കൊണ്ടുവരും. ഇപ്പൊ അതിന്റെ റെസിസ്റ്റീവ് മെറ്റീരിയൽ കൂടുതലാണെങ്കിൽ അത് ഇതുപോലെ ഗ്രൂവ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും, നോക്കൂ, സ്പൈറൽ ഗ്രൂവ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ സ്പൈറൽ ഗ്രൂവ്സ് ഉണ്ടാക്കിയിട്ട് ആ റെസിസ്റ്റൻസ് മെറ്റീരിയൽ അവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ വാല്യൂ 10 കിലോ ഓമിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കും. അത് ആ മെഷീൻ ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായോ? നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കറക്റ്റ് എക്സാക്ട്ലി അക്യുറേറ്റ് ആയിട്ട് 10 ആണ് 10 കിലോ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യും? നേരെ ഒരു മെഷീനിലേക്ക് ഇടും. അപ്പൊ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ എന്ത് ചെയ്തോളും? ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലാണെങ്കിൽ കുറച്ച് പോർഷൻ മൂവ് ചെയ്തിട്ട് ഫിക്സ്ഡ് 10 കിലോ ആക്കി നമുക്ക് ഔട്ട്പുട്ടിൽ തരും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതിൽ ടു കണക്ടിങ് റോഡ്സ് പ്രൊവൈഡ് ചെയ്യും. നോർമലി ചെയ്യുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവർ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കും? കളർ ബാൻഡ്സ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു തിക്ക് ഫിലിം ഉണ്ടാകാം, തിൻ ഫിലിം ഉണ്ടാകാം, അല്ലെ? തിക്ക് ഫിലിമും ഉണ്ടാകും, തിൻ ഫിലിമും ഉണ്ടാകും. അത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബേസ് മെറ്റീരിയൽ ഗ്രാഫൈറ്റിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്ന അനുസരിച്ച് അതിന്റെ ലെയറിന്റെ തിക്നെസ്, ആ ഒരു ഒരു റെസിസ്റ്റൻസ് മെറ്റീരിയലിന്റെ ആ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിന്റെ തിക്നെസ് അനുസരിച്ചാണ് തിക്ക് ഫിലിം ആൻഡ് തിൻ ഫിലിം വരുന്നത്. ഓക്കെ, ഇത്രയാണ് കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം. ഇവിടെ വന്നത് കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം എന്നുണ്ട്. നമ്മൾ ഈ ഡിപ്പ് ചെയ്യുന്നത് ഒരു കാർബൺ മെറ്റീരിയലിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ റെസിസ്റ്റീവ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ ആണെങ്കിൽ ദേ ആർ കോൾഡ് കാർബൺ ഫിലിം റെസിസ്റ്റർ. ആൻഡ് ഇപ്പൊ നമ്മളത് ഗ്രാഫൈറ്റോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു മെറ്റൽ ആണ് ഇവിടെ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്. അതാണ് ആ ക്ലാസിഫിക്കേഷൻ വന്നത്. ബാക്കി കൺസ്ട്രക്ഷൻ ഒക്കെ സിമിലർ ആയിരിക്കും. നമ്മൾ ഇതിനെ ഡിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്യുന്നത് കാർബൺ ആണെങ്കിൽ ദേ ആർ കോൾഡ് കാർബൺ ഫിലിം. ഇനി അത് മെറ്റൽ ആണെങ്കിൽ ദേ ആർ കോൾഡ് മെറ്റൽ ഫിലിം. അതുകൊണ്ടാണ് ഇവൻ 2 നെയിംസ് വന്നത്.
ഓക്കെ, അപ്പം ഈ രണ്ട് റെസിസ്റ്റേഴ്സും ക്ലിയർ അല്ലേ? യെസ്, ഗുഡ്. എന്തായാലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സോ ഐ ആം ഹാപ്പി. എന്ന് വെച്ചാൽ നിങ്ങൾ റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് ആ ഒരു ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലെ റെസ്പോൺസ് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട് തോന്നും, എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ റെസ്പോൺസ് കീപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ടൈപ്സ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു അവർ കൂടി ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ, അപ്പൊ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1 Present. Okay, 2 Present. 3 Present. 4 present 5 present ma'am 6 Present, ma'am. 7 Present, ma'am. okay 8 Present, ma'am. okay 9 Present, ma'am. 10 Present, ma'am. okay 11 Present, ma'am. 12 Present, ma'am. 13 Present, ma'am. 14 Present, ma'am. 15 Present, ma'am. 16 Present, ma'am. 17 Present, ma'am. 18 Present, ma'am. 19 19 അശ്വാൽ എം കെ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നില്ലേ? അശ്വാൽ എന്താ പറ്റിയെന്നറിയോ? Okay. 20 Present, ma'am. 21 Present, ma'am. 22 Present, ma'am. 23 Present, ma'am. 24 Present, ma'am. okay 25 Present, ma'am. 26 26 Present, ma'am. okay 27 Present, ma'am. 28 Present, ma'am. 29 29 5 absent ആണോ? Okay 31 Present, ma'am. 32 Present, ma'am. 33 Present, ma'am. 35 36 Present, ma'am. Present, ma'am. 37 38 Present, ma'am. 30 okay 39 39 ബഹുമന്ത് സദീഫ് 39 ആബ്സെന്റ് ആണോ? ഓക്കെ 40 40 ഓക്കെ 41 Present, ma'am. 42 Present, ma'am. okay 43 Present, ma'am. okay 44 Present, ma'am. 45 Present, ma'am. 46 Present, ma'am. 47 Present, ma'am. 48 Present, ma'am. 49 Present, ma'am. 50 51 Present,
52, Present, ma'am. 52, okay, 53, Present, ma'am. 54, Present, ma'am. 55, Present, ma'am. 56, Present, ma'am. 57, 58, Present, ma'am. 59, Present, ma'am. and 60. Present, ma'am. 61, Present, ma'am. 62, Present. okay, 63. Present, ma'am. ഓക്കെ അപ്പം ആബ്സെൻറ്റീസ് ആയിട്ടുള്ളത് റോൾ നമ്പർ 19, 29, 30 ആൻഡ് 39. Ma'am, 29 present, ma'am. 29% ആണ്. 19% ആണോ? ഇല്ല, 30% ആണ്. ഓക്കെ, അപ്പം 19 ആൻഡ് 39 ആബ്സെന്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ അവറിലെ ക്ലാസ് ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ 5th അവർ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ബാക്കി പോർഷൻസ് അപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.